ആ അമ്മച്ചിയോ? എന്താ അമ്മച്ചി? ഇല്ല, എത്തില്ല. ആ കുറച്ചു മുമ്പ് വിളിച്ചപ്പോ ചെങ്ങന്നൂർ എത്തിയെന്നാ പറഞ്ഞേ. അല്ല, ഗൾഫില് റംസാന്റെ നോയമ്പ് തുടങ്ങിയല്ലേ, അതാ ഇത്തവണ നേരത്തെ. ആ അമ്മച്ചി നാളെ വരുമോ? അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ടേ. അച്ഛൻ വന്നിട്ട് ഞാൻ വിളിക്കാം. ശരി അമ്മച്ചി. സീന, നീ അവിടെ എന്തെടുക്കുവാ? ഞാൻ പഠിക്കുക മമ്മി. വാ തുറന്നാ കള്ളം, മൊബൈലായിരിക്കും. ഡാഡി വന്നു. നീ അങ്ങ് കറുത്തു പോയല്ലോടാ. ആ അതിനിപ്പോ വീട്ടിൽ ഇരുന്നിട്ട് വേണ്ടേ, വെയിലത്ത് കളിച്ചു മറിയല്ലേ. ഡാഡി, എന്റെ മൊബൈൽ എന്തേ? കൊണ്ടുവന്നിട്ടുണ്ടടാ, നീ വാ. അതിന്റെ ഒരു കുറവും കൂടെ ഇവനേ ഉള്ളൂ. മോളെ, പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നന്നായി പോകുന്നു ഡാഡി. ആണല്ലേ? ആ നീ ആ സാധനം എടുത്തു വെച്ചിട്ട് പോയിക്കോ, വൈകിട്ട് കാണണം കേട്ടോ. ആ ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചില്ലല്ലോ അച്ഛാ? ഒന്നും കഴിച്ചില്ല. എന്താ സ്പെഷ്യൽ? ബീഫ് കറി ഉണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഇരുപത്തിനാല് മണിക്കൂറിന്റെ ആ സാധനത്തിട്ട് കുത്തല പരിപാടി. ചാറ്റിങ്ങോ മെസ്സേജിങ്ങോ ആർക്കാണാവോ, കർത്താവിനറിയാം. പിന്നെ കർത്താവിന് ഇതല്ലേ പണി. ഡാഡി, എന്റെ മൊബൈൽ എന്തിയേ? ഞാൻ മേടിച്ചതാടാ, കൊണ്ടുവരാനങ്ങ് മറന്നുപോയി. കണ്ടോ, ചെറുക്കന് മൂക്കത്താ ദേഷ്യം. വന്നിരുന്ന കഴിക്കാൻ നോക്കിയേ. എന്റെ പൊന്നുമോളെ, നീ ആ സാധനം മാറ്റി വെച്ചിട്ട് ആഹാരം എടുത്ത് കഴിക്കാൻ നോക്ക്. അച്ചായ, ഇപ്രാവശ്യമെങ്കിലും ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണേ. അവറാച്ചൻ എന്ന് പറഞ്ഞ കാര്യം എന്തായി? മമ്മിക്ക് എപ്പോഴും ഇത് എന്നെ പറയാനുള്ളൂ. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട ഡാഡി, ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. ഞാനൊന്ന് മനസ്സമാധാനത്തോട് ജീവിച്ചോട്ടെ. ഇങ്ങനെയാണെങ്കിൽ നീ ഇവിടെ മൂത്ത് നടിച്ച് നിക്കത്തേ ഉള്ളൂ. അവൾ എപ്പോഴാന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, നമ്മളായിട്ട് നിർബന്ധിക്കണ്ട. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്തെങ്കിലും ആയാലേ ദയവ് ചെയ്ത് എന്നോട് ചോദിക്കില്ലേ. ഒരപ്പനും മോളും. ആഹാ, ഇതെന്താ പരിപാടി? എന്തു പറ്റിയാ? സാധാരണ അത്തടത്തിന് മുമ്പാണല്ലോ ഇതൊക്കെ പതിവ്. ഇന്ന് കാണാഞ്ഞപ്പോ ഞാൻ കരുതി ഇതൊക്കെ നിർത്തി കാണുന്നു. പിള്ളേര് കിടന്നോടി? ആ, അവര് കിടന്നു. അച്ചായ, നാളെ പള്ളി പോവേണ്ടാണേ. ദേ, ഇത്തവണയെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിൽ അച്ഛൻ പള്ളിന്ന് പേര് വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടേ, കേട്ടല്ലോ. ഒന്ന് നിർത്തിയിട്ട് ഒന്ന് കിടക്കിച്ചായ. നീ കിടന്നോടി. മതിയാക്ക്.
അച്ഛൻ ഉറങ്ങിയില്ലേ? ആ എന്തു പറ്റി അച്ഛാ? ഞാനൊരു കാര്യം പറഞ്ഞ നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നു എൽസി. എനിക്കൊന്നും തോന്നത്തില്ല. അച്ഛൻ കാര്യം പറ. ആദ്യം ഞാൻ കുമ്പസരിക്കേണ്ടത് നിന്നോട്. എന്നാലേ അച്ഛൻ എന്നോടല്ലേ പറയുന്നേ? എന്തായാലും അച്ഛൻ പറ. ഞാൻ അവിടെയായിരുന്നപ്പോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായി സംഭവിച്ചു പോയത്. അച്ഛൻ തുറന്നു പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചല്ലോ. നിനക്കെന്നോട് വെറുപ്പ് തോന്നില്ല എൽസി? വേശ്യാസ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന ജനത്തോട് ഈശോ എന്താ പറഞ്ഞേ? നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന്. ആരെങ്കിലും എറിഞ്ഞു വച്ചായ? നീ പള്ളി വരുന്നുണ്ടോ? എന്നാ പോയി റെഡിയാവ്. മമ്മി എന്നതാടി? മമ്മി ഡാഡി എന്തിയേ? ആ കടവിൽ നോക്ക്. ഞാൻ അവിടെയൊക്കെ നോക്കി, അവിടെ ഇല്ല. അല്ലെങ്കിൽ ആ കുഞ്ഞച്ചേന്റെ വീട്ടിൽ കാണും. പള്ളി പോവേണ്ടതാ. ഡാഡിയോട് പെട്ടെന്നൊന്ന് റെഡിയാവാൻ പറ. ഞാൻ കുളിച്ചേച്ചു വരാം. ശരി മമ്മി. മമ്മി നീ അവിടെ എന്തെടുക്കുമായിരുന്നു? ഡാഡി എന്തിയേ? അവിടെ ഇല്ല മമ്മി. അവിടെ ഇല്ലേ? നീ ആ വർഗീസിന്റെ വീട്ടിൽ നോക്കിയോ? ആ നോക്കി, അവിടെ ചെന്നിട്ടില്ല. ആ ഫോണിങ് എടുത്തേ. ആ പോയി റെഡിയാവ്. ആ സ്വിച്ച് ഓഫ്. ഇത് ഞാനിത് എവിടെ പോയി കിടക്കുക? അമ്മച്ചി ഇല്ല, ശിവശാ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. എനിക്കറിയില്ല അമ്മച്ചി. ശരി.
എൽസി എന്തിയേ? അകത്തുണ്ട്. കുളത്തിലെ പോയിട്ട് അവിടെ നിന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്താ ചെയ്യാൻ? അല്ല, ഇനി അന്വേഷിക്കാന്നിടത്തൊക്കെ നമ്മൾ അന്വേഷിച്ചു. ഇനി പോലീസിൽ അറിയിക്കുന്നത് നല്ലതെന്നാ എന്റെ അഭിപ്രായം. അതാ എൻ്റെ അഭിപ്രായം. എൽസി റജിക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്. എൽസിക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്. റജിയുടെയാ ഡൈവോഴ്സ് നോട്ടീസാ. വേശ്യാസ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന ജനത്തോട് യേശു എന്താ പറഞ്ഞേ? നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന്. എന്നിട്ട് ആരെങ്കിലും എറിഞ്ഞു വച്ചായ? എന്താ എൽസി? എനിക്കും ഒരബദ്ധം പറ്റി. അച്ഛൻ അവിടെ ആയിരുന്നപ്പോ ഞാനും ഒരാളുമായി